ജെറുസലേമിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ആകെ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റാമെന്നാണ്. ആഴ്ചയിൽ ഒന്നുപോലും കുർബാനയില്ലാത്ത പല ഏരിയകളും ഉണ്ട് കേട്ടോ ഇസ്രായേലിൽ. ഞങ്ങൾ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത് ഒരു പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ. ഇതൊരു ആശ്രമമാണ്. ആകെ സാധാരണ 3, 4, 5 പേരെ ഉണ്ടാവുള്ളൂ. ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേര് വരുന്നു. ഞങ്ങളാകെ വണ്ടടിച്ചു പോയി കേട്ടോ, ഇതെന്താ ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ അടുത്ത് നിന്ന് ഒരാളോട് ചോദിച്ചു, എന്താ ഇന്ന് വല്ല ഫീസ്റ്റ് ആണോ? അപ്പോഴാണ് അവർ പറയുന്നത് ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഫീസ്റ്റാണെന്ന്. അതുമാത്രമല്ല, ഈ വിശുദ്ധ ഇഗ്നേഷ്യസ് ഈശോ സഭയുടെ സ്ഥാപകനും കൂടിയാണ് കേട്ടോ. പട്ടാളക്കാരനിൽ നിന്നും പുരോഹിതനിലേക്ക് വന്ന കത്തോലിക്ക സഭയുടെ സൈനിക മധ്യസ്ഥൻ. അങ്ങനെ ഞാനും ബിൽജേച്ചിയും കൂടെ അകത്ത് കയറി ഇവിടെ പുറകിലായിട്ട് വന്ന് നിന്നു കേട്ടോ. നോക്കിയപ്പം നിറച്ച് ഇന്ത്യൻസ്. ഇവരെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് കേട്ടോ. അതുമാത്രമല്ല, ഇവരെല്ലാം സെമിനാരിയൻസും കൂടെയാണ്. ജൂലൈ മാസം 1 മാസത്തോളം ഇവർക്ക് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നേക്കുന്നവരാണ് കേട്ടോ. ഞങ്ങൾ സമാധാനപൂർവ്വം നോക്കിയപ്പോഴാണ് നമ്മുടെ ബിഷപ്പ്, ജെറുസലേമിൻ്റെ പാട്രിയാർക്ക് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കണ്ണൊന്നും കൂടെ തള്ളി. അവിടെ ഫുൾ അച്ഛന്മാരാണ് കേട്ടോ. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഫുഡിൻ്റെ മണം അടിച്ചു. ഈ കാണുന്നതാണ് പൊയ്യുന്നത് മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി സമാധാനമായി. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനപൂർവ്വമൊക്കെ പോയാൽ മതിയല്ലോ എന്ന്. ഇവിടെ വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ നോട്രഡാം എന്ന് പറഞ്ഞ വേറൊരു പള്ളിയിൽ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെയുള്ള എല്ലാ മനുഷ്യരും ഇവിടെയുണ്ട്. അവിടെ ഞങ്ങൾ സ്ഥിരം കാണുന്ന സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, അവിടുത്തെ കുറേ ആൾക്കാർ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ തമിഴ്നാടിൽ നിന്ന് ഒരു കുഞ്ഞിക്ക സിസ്റ്ററും ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. ഇതിനിടയിൽ ഇരിപ്പുണ്ട്. സാധാരണ 7 മണിക്ക് തുടങ്ങി 7:30 ആകുമ്പോൾ തീരുന്ന മാസ് ഇന്ന് 8:30 ആയിട്ടും തീർന്നിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും ഞങ്ങൾ ഹറിബറി ആകാതെ ഈ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. എങ്കിൽ പിന്നെ വിഭവമുള്ളവരെ കാത്തില്ലേ, എങ്കിൽ പിന്നെ 6 കാക്കാമെന്ന് വിചാരിച്ച് ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഈ കാണുന്നത് ജെറുസലേമിലെ ഇപ്പോഴത്തെ ലാറ്റിൻ പാട്രിയാക്കാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പേര് പിയർ ബാറ്റിസ്റ്റ പിസബെല്ല എന്നാണ് കേട്ടോ. അതുമാത്രമല്ല, ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് ഇപ്പോൾ ജെറുസലേം അതിരൂപതയുടെ ലാറ്റിൻ കത്തോലിക്ക സഭയുടെ ആർച്ച് ബിഷപ്പാണ് കേട്ടോ. ഇസ്രായേൽ, പാലസ്തീന്, ജോർദാന്, സൈപ്രസ് എന്നിവിടങ്ങളിലുള്ള എല്ലാ ലത്തീൻ സഭകളുടെയും അധികാര പരിധിയും ഇദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ.